അറ്റ്ഹോം ബഹിഷ്കരിച്ചതിൽ രാജ്ഭവന് അതൃപ്തി. മുഖ്യമന്ത്രിയുടെ നടപടിയിലാണ് രാജ്ഭവന് അതൃപ്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ നടത്തിയ പരിപാടിയാണ് അറ്റ്ഹോം. സർക്കാർ പ്രതിനിധിയായി ചീഫ് സെക്രട്ടറി മാത്രമാണ് അറ്റ്ഹോമിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്നലെ ഗവർണർ വിളിച്ചു ചേർത്ത ഈ ഒരു വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല, മന്ത്രിമാർ പങ്കെടുത്തില്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തില്ല. ഇവിടെ സർക്കാർ പ്രതിനിധി ആയിട്ട് ചീഫ് സെക്രട്ടറി മാത്രമാണ് പങ്കെടുത്തത്. ഇതിൽ കൃത്യമായ ഒരു അതൃപ്തി തന്നെയാണ് രാജ്ഭവൻ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞത്, അല്ലേ? കെ പി, ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഗവർണർ വിളിച്ചു ചേർക്കുന്ന ഈ ചായ സൽക്കാരം അറ്റ്ഹോം എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. അത് കാലങ്ങളായി ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ നിന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവുമെല്ലാം വിട്ടുനിന്നത്. അതായത് ഇതൊരു ഭരണഘടനാ സംബന്ധമായിട്ടുള്ളൊരു ചടങ്ങ് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിക്ക് ഇത് ഒരു രീതി, ഒരു ആചാരം എന്ന നിലയിൽ നമ്മൾ കാലങ്ങളായി ഈ രാജ്ഭവൻ നടത്തി വരുന്ന ഒരു ആചാരമാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ സർക്കാർ, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അത് രാജ്യത്തോട് തന്നെ, അല്ലെങ്കിൽ ഈ ഇത്തരം നമ്മൾ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനോട് തന്നെയുള്ളൊരു തിരിച്ച് നയം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിന് ഇത്തരം സമീപനം എന്ന് പറയുന്നത് ആഘോഷത്തോട് തന്നെയുള്ളൊരു എതിരായ സമീപനം എന്നതാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിദഗ്ധരും ചിന്തിക്കുന്നത്. അതായത് ഇങ്ങനൊരു നീക്കം അല്ലെങ്കിൽ ഒരു നയം നടത്താൻ പാടില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. എന്ത് കാരണത്തിൻ്റെ പേരിലായാലും ശരി, അത് ബഹിഷ്കരിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സർക്കാരും ചെയ്തത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ അറ്റ്ഹോമിൽ പങ്കെടുത്തില്ല. മാത്രമല്ല, സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിയെ മാത്രമാണ് അവിടേക്ക് പറഞ്ഞു വിടുകയും ചെയ്തത്. ഇത് ഈ സമീപനത്തോടാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ അതൃപ്തിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഇതിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ നയങ്ങൾ അംഗീകരിക്കാത്തൊരു സാഹചര്യം ഗവർണറുടെ ഭാഗത്തുണ്ടായിരുന്നു. മാത്രമല്ല, യൂണിവേഴ്സിറ്റി VC നിയമനവുമായെല്ലാം ശക്തമായൊരു നിലപാട് ഗവർണർ ചാൻസലർ എന്ന നിലയിൽ സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഭാരതമാതാവിൻ്റെ വിഷയത്തിലായാലും ശരി, അത് ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്താണ് ഭാരതമാതാവ്, അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകമാണ്, സാംസ്കാരിക ബിംബമാണ് ഭാരതമാതാവ് എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ വാക്കുകൾ കേൾക്കാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വ്യാപകമായിട്ട് ഭാരതമാതാവിനെതിരെ അടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഗവർണർ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സർക്കാരിനെ ചൊടിപ്പിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ സംബന്ധമായി ഗവർണർ വിളിച്ചു ചേർത്തൊരു പരിപാടിയിൽ നിന്ന് പോലും സർക്കാരിനെ, അതായത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരും വിട്ടുനിൽക്കുന്ന നിലയിലേക്ക് ഒരു വൈരാഗ്യബുദ്ധി തോന്നിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെറ്റായ തീരുമാനമാണെന്നും അനുചിതമായിട്ടുള്ള തീരുമാനമാണെന്നും അടക്കമുള്ളതാണ് വിദഗ്ധരടക്കം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരടക്കം പറയുന്നത്. രാജ്ഭവനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു, അനുചിതമായിട്ടുള്ള ഒരു നടപടിയായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതടക്കമാണ് ഇപ്പോൾ രാജ്ഭവനും ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൃത്യമായ അതൃപ്തി തന്നെയാണ് രാജ്ഭവൻ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.